ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ അലവൻസും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റും ഇതിനോടകം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളൊരു പോർഷനാണ് പെർക്കോസിറ്റ്സ്. എന്താണ് പെർക്കോസിറ്റ്സ്, ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെർക്കോസിറ്റ്സ്, അതിൻ്റെ എല്ലാം ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു 3 വീഡിയോ ആയിട്ടാകും ഈ പെർക്കോസിറ്റ്സ് എന്ന പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓഫ് പെർക്കോസിറ്റ്സ്. ഓക്കെ, പെർക്കോസിറ്റ്സ് എന്നാൽ എംപ്ലോയർ എംപ്ലോയീസിന് കൈൻഡായിട്ട് കൊടുക്കുന്ന ബെനിഫിറ്റാണ് പെർക്കോസിറ്റ്സ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതുപോലെ എംപ്ലോയർ എംപ്ലോയിക്ക് ബെനിഫിറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ക്യാഷിലാവാം അല്ലെങ്കിൽ കൈൻഡിലാവാം. ക്യാഷിലാണെങ്കിൽ അതിന് അലവൻസ് എന്നും കൈൻഡിലാണെന്നുണ്ടെങ്കിൽ അതിനെ പെർക്കോസിറ്റ്സ് എന്നും പറയുന്നു. അപ്പോൾ ശരിക്കും അലവൻസിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് പെർക്കോസിറ്റ്സ്. ഫോർ എക്സാമ്പിൾ, ട്രാൻസ്പോർട്ട് അലവൻസ്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്കും ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ് ട്രാൻസ്പോർട്ട് അലവൻസ്. എന്നാൽ ഇതിന് പകരമായിട്ട് എംപ്ലോയർ ഒരു കാറ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫീസിൽ നിന്ന് വീട്ടിലേക്കും വീട്ടിൽ നിന്ന് ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരു കാറ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ എല്ലാം എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയറാണ്. അപ്പോൾ ഇവിടെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ക്യാഷ് കൊടുക്കുന്നതിന് പകരമായിട്ട് അവിടെ ഒരു കാർ എന്നൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അലവൻസിൽ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്, എന്നാൽ പെർക്കോസിറ്റ്സിൽ അതൊരു ഫെസിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഒരു എച്ച് ആർ എയും റെൻറ്റ് ഫ്രീ അക്കോമഡേഷനും. എച്ച് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് റെൻറ്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അലവൻസാണ് എച്ച് ആർ എ. എന്നാൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ എംപ്ലോയർ ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അലവൻസിൽ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു, എന്നാൽ പെർക്കോസിറ്റ്സിൽ അതിനിപ്പോൾ ക്യാഷിന് പകരം അവിടെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർവീസ് ഫ്രീ ആയിട്ടാണ് തരുന്നതെങ്കിൽ പോലും ആ സർവീസിൻ്റെ വാല്യൂ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അലവൻസിലും റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിലും നമ്മൾ നോക്കിയത് കമ്പനി എത്ര ക്യാഷ് തന്നു, അതുപോലെ എത്ര എക്സെംപ്റ്റഡ് എമൗണ്ട് ആയി എന്നുള്ളതാണ്. എക്സെംപ്റ്റഡ് എമൗണ്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എച്ച് ആർ എ നോക്കുക, എച്ച് ആർ എയിൽ നോക്കുകയാണെങ്കിൽ എച്ച് ആർ എ റിസീവ്ഡ്, അതിൽ നിന്നും എക്സെംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ, ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് എക്സെംപ്റ്റഡ്. അപ്പോൾ എക്സെംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ എക്സെംപ്റ്റഡ് എമൗണ്ട് കുറക്കുന്നു. അങ്ങനെ കുറച്ചാൽ കിട്ടുന്ന എമൗണ്ടാണ് ടാക്സബിൾ എച്ച് ആർ എ എന്നുള്ളത്. എന്നാൽ പെർക്കോസിറ്റ്സിൽ നമ്മൾ ടാക്സബിൾ എമൗണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സർവീസിൻ്റെ അല്ലെങ്കിൽ ആ ഫെസിലിറ്റീൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എച്ച് ആർ ഐയിൽ നമ്മൾ എക്സെംപ്റ്റഡ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നാൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ അതിൻ്റെ ടാക്സബിൾ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം അലവൻസിൽ നമുക്ക് ക്യാഷ് ആയിട്ട് തരുന്നു, അപ്പോൾ കുറച്ച് എമൗണ്ട് അതിന് എക്സെംപ്റ്റഡ് ആകുന്നു, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ. പക്ഷേ പെർക്കോസിറ്റ്സിൽ നമുക്ക് ക്യാഷ് ആയിട്ടൊന്നും കിട്ടുന്നില്ല, അപ്പോൾ കുറക്കാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ടാക്സബിൾ എമൗണ്ട്, അതിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പെർക്കോസിറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പെർക്കോസിറ്റ്സ് ആണ് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ, ഓക്കെ, റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ ഫസ്റ്റ് വൺ ആണ് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എംപ്ലോയർ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഈസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ് ഓഫ് ഓൾ എംപ്ലോയീസ് എക്സെപ്റ്റ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട് ഓർ സുപ്രീം കോർട്ട് ആൻഡ് ഒഫീഷ്യൽസ് ഓഫ് ദി പാർലമെൻറ്റ് ഓർ യൂണിയൻ മിനിസ്റ്റേഴ്സ് ആൻഡ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ. ഇവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ടാക്സബിൾ ആണ്. ഓക്കെ, പിന്നെ റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എംപ്ലോയി, അത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആകാം. സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആസ് പെർ ഗവൺമെൻറ് റൂൾ ഒരു ലൈസൻസ് ഫീ ഉണ്ട്. ആ ഫീ പ്രകാരം, ആ റൂള് പ്രകാരം ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാകും. ആ എമൗണ്ടാണ് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ, ആ എമൗണ്ട് ടാക്സബിൾ ആകും. ഇനി അതർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ അക്കോമഡേഷന് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണോ അല്ലെങ്കിൽ നോട്ട് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണോ നോക്കുക. ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്.
നോട്ട് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എംപ്ലോയിക്ക് എന്താണെന്ന് പറഞ്ഞു. ആസ് പെർ ദി ഗവൺമെൻറ് റൂൾ അതർ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കണം, ബിൽഡിംഗ് അല്ലെങ്കിൽ ആ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണോ അല്ലെങ്കിൽ നോട്ട് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണോ എന്ന് നോക്കാം. ഇനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അവിടുത്തെ ആ സിറ്റിയിലെ പോപ്പുലേഷൻ്റെ ബേസിസിലാണ് നമ്മൾ പെർക്വസിറ്റ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോപ്പുലേഷൻ 25 lakhിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 15% ഓഫ് സാലറി. ഓക്കെ, പോപ്പുലേഷൻ 25 lakhിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആ അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ, ഹൗസ് എംപ്ലോയറിൻ്റെ സ്വന്തമുള്ള ഹൗസാണ്, അതിലാണ് താമസിപ്പിക്കുന്നതെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ 25 lakhിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 15% ഓഫ് സാലറി. എന്താണ് സാലറി എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇനി പോപ്പുലേഷൻ 10 to 25 lakhിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ 10% ഓഫ് സാലറി. എനി അതർ സിറ്റി ഓർ പോപ്പുലേഷൻ ലെസ് ദാൻ 10 lakh ആണെന്നുണ്ടെങ്കിൽ 7.5% ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ ഇതാണ് അക്കോമഡേഷൻ ഇസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇനി അക്കോമഡേഷൻ ഇസ് നോട്ട് ഓൺഡ് ബൈ ദി എംപ്ലോയർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ് അല്ലെങ്കിൽ ആ താമസിപ്പിക്കുന്ന അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ബിൽഡിങ് എംപ്ലോയറുടേതല്ല. എംപ്ലോയർ ഒരു റെൻറ്റിനെടുത്തിട്ട് അവിടെ എംപ്ലോയീസിനെ താമസിപ്പിക്കുകയാണ്. അതിൻ്റെ എല്ലാം റെൻറ്റ് പേ ചെയ്യുന്നത് എംപ്ലോയറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർക്വസിറ്റ്സിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റെൻറ്റ് പെയ്ഡ് ഓർ പേയബിൾ ബൈ ദി എംപ്ലോയർ ഓർ 50% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. അതാണ് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ക്ലിയർ? ഇപ്പോൾ ഇവിടെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഏറ്റവും വലിയ സാലറിൻ്റെ ഡെഫിനിഷന് ഈ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിലാണ്. സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പേ പ്ലസ് ഡി എ ഏത് മാത്രമേ എടുക്കുള്ളൂ? ഇഫ് ഇറ്റ് ഈസ് ഫോം ദി പാർട്ട് ഓഫ് റിട്ടയർമെൻറ്റ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് മാത്രമേ അവിടെ ഡി എയിൽ വരുള്ളൂ. ബോണസ്, കമ്മീഷൻ ഏതും വരും. ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ എന്ന് മാത്രമല്ല ഏത് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിലും ആ സാലറിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഫീസ്, ഓൾ അതർ ടാക്സബിൾ അലവൻസ്. അവിടെ ശ്രദ്ധിക്കുക, ഓൺലി ടാക്സബിൾ എമൗണ്ട് മാത്രമാണ് സാലറി ആയിട്ട് എടുക്കുള്ളൂ. പ്ലസ് എനി അതർ മോണിറ്ററി പേയ്മെൻറ്റ് വാട്ട് എവർ നെയിം കോൾഡ് എക്സ്ക്ലൂഡിങ് പെർക്വസിറ്റ്സ് ആൻഡ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ എല്ലാ മോണിറ്ററി ബെനിഫിറ്റും ആഡ് ചെയ്യും, എക്സ്ക്ലൂഡിങ് ഇത് പെർക്വസിറ്റ്സും അതുപോലെ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ ഇതാണ് സാലറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. മിസ്റ്റർ ചൗഹാൻ ഫോളോയിങ് സാലറി സ്ട്രക്ചർ ഉണ്ട്. ബേസിക് സാലറി 5,000, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, എഡ്യൂക്കേഷൻ അലവൻസ് 500 പെർ മന്ത്. എത്രയാണ് ചിൽഡ്രൻ ആണ്? 3 ചിൽഡ്രൻ ഉണ്ട്. ഡി എ 3,000, ഫീസ് 5,000, ബോണസ് 10,000. പ്രൊഫഷണൽ ടാക്സ് ഓഫ് എംപ്ലോയി പെയ്ഡ് ബൈ എംപ്ലോയർ 2,000. He has been provided a rent-free accommodation in Mumbai. അതാണ് നമുക്ക് മെയിനായിട്ട് അവിടെ വരുന്നത്. He has been provided a rent-free accommodation in Mumbai. And 60% of DA only form part of retirement benefit. അല്ലേ, ഡി എൻ്റെ 60% അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഉള്ളൂ. Compute taxable value of accommodation in the hand of Mr. Chauhan in the following cases. ഒന്നാമത്തെ കേസ് പറഞ്ഞത് എംപ്ലോയറിൻ്റെ the employer owns such accommodation and the employer hired the such accommodation and monthly rent of 900. അപ്പോൾ ഫസ്റ്റ് കേസ് പറഞ്ഞത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയറിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്. രണ്ടാമത്തെ കേസ് പറഞ്ഞത് എംപ്ലോയർ ഹയർ ചെയ്തിട്ട് അതിലാണ് താമസിപ്പിക്കുന്നത്, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ എംപ്ലോയർ അതിന് മന്ത്ലി റെൻറ്റ് 900 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആൻസറിലേക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, ടാക്സബിൾ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ. ഓക്കെ, അതിൽ ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആദ്യം ഇത് നോക്കണം തന്നെ, അവിടുത്തെ പോപ്പുലേഷൻ നോക്കണം തന്നെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ സിറ്റി തന്നിട്ടുണ്ടോ? മുംബൈയിലാണ്. മുംബൈ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ എത്ര ഉണ്ടാവും? 25 lakhിൻ്റെക്കാൾ മുകളിലുണ്ടാവും. ഓക്കെ, അപ്പോൾ മുംബൈ ആണെന്നുണ്ടെങ്കിൽ 25 lakhിനേക്കാൾ മുകളിലാണെന്നുണ്ടെങ്കിൽ അക്കോമഡേഷൻ ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ 15% ഓഫ് സാലറി. ഓക്കെ, അപ്പോൾ 15% ഓഫ് സാലറി എന്താണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സാലറി എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്?
ബേസിക് പേ ആൻഡ് ഡി എ അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പ്ലസ് കമ്മീഷൻ, ബോണസ്, ഫീസ്, അങ്ങനെ അല്ലേ, പ്ലസ് ഓൾ ടാക്സബിൾ അലവൻസസ് ആൻഡ് ഓൾ അതർ മോണിറ്ററി ബെനിഫിറ്റ് എക്സെപ്റ്റ് പർക്കോസിസ് ആൻഡ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5,000 പെർ മന്ത് ആണെന്നുണ്ടെങ്കിൽ 60,000. ബോണസ് എത്രയാണ്? 10,000. ഓക്കെ അല്ലേ, ബോണസ് 10,000. ഫീസ് 5,000. ഡി എ മൊത്തം കിട്ടിയിട്ടുള്ളത് ഡി എ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 3,000 ആണ്. അപ്പോൾ ഇയർലി ആണെന്നെങ്കിൽ 36,000 ആണ്. പക്ഷേ 36,000 60% മാത്രമാണ് അണ്ടർ ദി ടേംസ് ഓഫ് എംപ്ലോയ്മെൻ്റ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 36,000 60% എന്നുള്ളത് 21,600 പ്ലസ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 12,000. എഡ്യൂക്കേഷൻ അലവൻസ് ശ്രദ്ധിക്കുക, എഡ്യൂക്കേഷൻ അലവൻസ് നമ്മൾക്ക് എത്രയാണ്? 500 പെർ മന്ത്. അങ്ങനെയാണെങ്കിൽ ഇയർലി ആണെന്നുണ്ടെങ്കിൽ 6,000 അല്ലേ. പക്ഷേ എഡ്യൂക്കേഷൻ അലവൻസ് എക്സെപ്റ്റഡ് അപ് ടു അല്ലേ പെർ മന്ത് 100 rupees പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 children. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 1,200 രൂപ, 2 കുട്ടിക്കാണെങ്കിൽ മാക്സിമം 2,400 രൂപ. 3 കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലവൻസ് പിന്നെ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല. മാക്സിമം 2 children ആണ് അലവൻസ് കിട്ടുള്ളൂ. അപ്പോൾ 2,400 ആണ് എക്സെപ്റ്റഡ് ഉള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് എന്താണ്? ടാക്സബിൾ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എമൗണ്ട് എത്ര വരും? ബാക്കിയുള്ള എമൗണ്ട് 3,600. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഈ 3,600 മാത്രമാണ് ആഡ് ചെയ്യുള്ളൂ അല്ലേ. ടാക്സബിൾ അലവൻസ് ആയിട്ടുള്ളത് 3,600 ആണ്. ബാക്കി 2,400 എക്സെപ്റ്റഡ് ആണ്. അപ്പോൾ മൊത്തം റിസീവ് ചെയ്തതിൽ നിന്ന് എക്സെപ്റ്റഡ് എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടാക്സബിൾ അലവൻസ് 3,600 അതാണ് ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ടാക്സബിൾ അലവൻസ് മാത്രമാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ്റെ സാലറിയിൽ എടുക്കുള്ളൂ. റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാലറിയിൽ എടുക്കുള്ളൂ. ഓക്കെ, അങ്ങനെ ടോട്ടൽ സാലറി നമുക്ക് എത്ര കിട്ടിയത്? 1,12,200. അതിൻ്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,830 ആണ്. ഓക്കെ, ഇനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ബിൽഡിങ് അത് എംപ്ലോയറുടേതല്ല. എംപ്ലോയർ റെൻറ്റിന് എടുത്തിട്ടാണ് തരുന്നത്. റെൻറ്റ് മാസം 900 രൂപ എംപ്ലോയർ പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹയർഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ, അല്ലെങ്കിൽ നോട്ട് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എത്രയാണ് അല്ലേ? ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ഓർ പേയബിൾ ബൈ ദി എംപ്ലോയർ ഓർ 15% ഓഫ് സാലറി. 15% ഓഫ് സാലറി നമുക്ക് കിട്ടിയ എത്രയാണ്? 16,830. ഇനി ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ എത്രയാണ് പേ ചെയ്തിട്ടുള്ളത്? 900 into 12. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10,800 ആണ് ലെസ് അല്ലേ. 16,830. അപ്പോൾ ഈ കേസിലാണെന്നുണ്ടെങ്കിൽ 15% ഓഫ് സാലറി എന്നുള്ളത് 16,830യും ആക്ച്വൽ റെൻറ്റ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,800. അപ്പോൾ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ് ഏതാണ്? 10,800 ആണ്. ഓക്കെ, അതാണ് ടാക്സബിൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ എന്നുള്ളത്. ക്ലിയർ? ഓക്കെ, ഇനി റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൽ ആ അക്കോമഡേഷനിൽ നമുക്ക് ഫർണിച്ചറും കൂടി എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെർക്വസിറ്റ്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. വാല്യുവേഷൻ ഓഫ് റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ, ഫർണിച്ചറും കൂടി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഫർണിഷ്ഡ് അക്കോമഡേഷൻ മീൻസ് അക്കോമഡേഷൻ പ്ലസ് ഫർണിച്ചർ അല്ലേ. നമ്മൾ ഓൾറെഡി അക്കോമഡേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഫർണിച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്, വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ വാല്യൂ ഓഫ് ഫർണിച്ചറും കൂടി ആഡ് ചെയ്യുക. ഇപ്പോൾ വാല്യൂ ഓഫ് ഫർണിച്ചർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ് നോക്കുന്നത്. വാല്യൂ ഓഫ് ഫർണിച്ചർ അവിടെ നോക്കും. രണ്ട് കേസ് ഉണ്ട്. ഫർണിച്ചർ ഓൺഡ് ബൈ ദി എംപ്ലോയർ, ആ ഫർണിച്ചർ എംപ്ലോയറിൻ്റെ സ്വന്തമാണോ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചറാണ് വാല്യൂ ഓഫ് ഫർണിച്ചറായിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ്റെ കൂടെ 10% ഓഫ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചർ കൂടി ആഡ് ചെയ്യും. ഇനി ഫർണിച്ചർ റെൻറ്റിനെടുത്തിട്ടാണ് എംപ്ലോയർ, അതിൻ്റെ റെൻറ്റൊക്കെ പേ ചെയ്യുന്നത് ആരാണ്? എംപ്ലോയറാണ്.
അങ്ങനത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഹയർ ചാർജ് പെയ്ഡ് ബൈ ഓർ പേയബിൾ ബൈ ദി എംപ്ലോയർ എത്രയാണോ പേ ചെയ്തിട്ടുള്ളത് അത് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് വാല്യൂ ഓഫ് ഫർണിച്ചർ. ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്ന് നോക്കുക. ഫർണിച്ചർ ഓൺഡ് ബൈ എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ കോസ്റ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിൻ്റെ 10%. ഇനി ഫർണിച്ചർ എംപ്ലോയറുടേതല്ല, എംപ്ലോയർ റെൻറ്റിന് എടുത്തിട്ടാണ് തരുന്നതെങ്കിൽ എത്രയാണോ എംപ്ലോയർ റെൻറ്റ് പേ ചെയ്തത് അതാകും അതിൻ്റെ വാല്യൂ ഓഫ് ഫർണിച്ചർ. ഓക്കെ, അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മിസ്റ്റർ അഷ്ടോഷ് ഹാസ് ബീൻ പ്രൊവൈഡ് വിത്ത് ദ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ഇൻ എ സിറ്റി ഹാവിങ് പോപ്പുലേഷൻ എത്രയാണ് 40 lakh ആണ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യനിൽ തരും പോപ്പുലേഷൻ 40 lakh ആസ് പെർ ദി ലാസ്റ്റ് സെൻസസ്. ഹിസ് സാലറി details are as under: basic salary 25,000 per month, DA 5,000 per month, children education allowance 3,000 per month. He has one son and 2 married daughter. Okay, calculate gross taxable salary of Sri Ashtosh. Furniture details as under. ഇതൊക്കെ TV അത് ഹയറിന് എടുത്തിട്ടുള്ളതാണ്, എംപ്ലോയർ ഹയറിന് എടുത്തിട്ടുള്ളതാണ്. 2,000 രൂപ പെർ ആനം കൊടുക്കുന്നുണ്ട്. റെഫ്രിജറേറ്റർ എംപ്ലോയറിൻ്റെ സ്വന്തമാണ്. വാഷിംഗ് മെഷീനും എംപ്ലോയറിൻ്റെ സ്വന്തമാണ്. അതർ ഫർണിച്ചർ 1,000 സാധനം ഹയറിന് എടുത്തിട്ടുണ്ട്. അതേപോലെ 20,000 സാധനവും ഉണ്ട്. ഓക്കെ, ഇതാണ് ഡീറ്റെയിൽസ്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ടാക്സബിൾ സാലറിയാണ്, ഗ്രോസ് ടാക്സബിൾ സാലറിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫർണിച്ചർ ഇപ്പോൾ റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷനിൽ ഫർണിച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ TVയും ഫ്രിഡ്ജും ഇതൊക്കെയാണ് കേട്ടോ. അല്ലാതെ സോഫയും കാര്യങ്ങളൊക്കെ അല്ല. അവിടെ ഉദ്ദേശിക്കുന്ന ഫർണിച്ചർ എന്നുള്ളത് ഈ അവിടെ TVയും റെഫ്രിജറേറ്ററും ഒക്കെ ഫർണിച്ചറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ആൻസറിലേക്ക് നോക്കാം. ആൻസർ ആണെന്ന് നമുക്ക് നോക്കി. ആദ്യം ബേസിക് സാലറി എത്രയാണ് 25,000 പെർ മന്ത്. അപ്പോൾ 3 lakh വരും അല്ലേ, 3 lakh. DA 60,000, 5,000 പെർ മന്ത് ആനുവലി ആണ്, ഒരു വർഷത്തേക്ക് 60,000. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 3,000 പെർ മന്ത് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് 36,000 വരും. അതിൽ നിന്ന് 2,400 എക്സെപ്റ്റഡ് ആണ് അല്ലേ. ഇവിടെ മാരീഡ് ഡോട്ടർ ആണെന്നുണ്ടെങ്കിലും മാരീഡ് അല്ലാത്ത ഡോട്ടറോ സണ്ണോ ആരായിക്കോട്ടെ, സ്വന്തം മക്കളാണോ അല്ലെങ്കിൽ ചൈൽഡ് മക്കളാണോ, അത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നുള്ളതൊക്കെ ഇറലവൻ്റ് ആണ്. മക്കളാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 2 children അവിടെ നിന്ന് കിട്ടും, അലവൻസ് ഡിഡക്ഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ 2 children ആണെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ അലവൻസ് 100 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 children. ഇപ്പോൾ മാക്സിമം 2 children നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,400 വരെ ഡിഡക്ഷൻ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 36,000 നിന്ന് 2,400 കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് 33,600 ടാക്സബിൾ അലവൻസ്. ഓക്കെ, പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എഡ്യൂക്കേഷൻ. പിന്നെ ഫർണിച്ചറിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷനാണ്. അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിറ്റി ഏതാണ്, അവിടുത്തെ പോപ്പുലേഷൻ 40 lakh ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റെൻ്റ് ഒന്നും എംപ്ലോയർ കൊടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹൗസ് എംപ്ലോയറിൻ്റെതാണ്. അപ്പോൾ ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണ് ഇത് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബിൽഡിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോപ്പുലേഷൻ 40 lakh ആണ്. 40 lakh ആണെന്നുണ്ടെങ്കിൽ 10% ഓഫ് സാലറിയാണ് എടുക്കുക അല്ലേ. അപ്പോൾ 10% ഓഫ് സാലറി, അവിടെ സാലറി മീൻസ് എന്തൊക്കെയാണ് സാലറി വരിക, ബേസിക് പേ പ്ലസ് DA പ്ലസ് ആൻഡ് ടാക്സബിൾ എഡ്യൂക്കേഷൻ അലവൻസ്. ഓക്കെ, അപ്പോൾ അവിടെ സാലറി എന്നുള്ളത് ബേസിക് പേ പ്ലസ് DA പ്ലസ് ടാക്സബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അലവൻസ് ആണ് എടുക്കുള്ളൂ. ടാക്സബിൾ എഡ്യൂക്കേഷൻ അലവൻസ് എത്രയാണ് 33,600. അപ്പോൾ മൊത്തം സാലറി എത്ര കിട്ടിയത് 3,93,600. അതിൻ്റെ എത്ര പെർസെൻറ്റേജ് 10%. കാരണം 10% എടുക്കാൻ എന്താണ് അവിടുത്തെ പോപ്പുലേഷൻ 40 lakh ആണ്. ഓക്കെ, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണ്. ക്ലിയർ? അപ്പോൾ 10% ഓഫ് സാലറി ദാറ്റ് ഈസ് 39,360. ഇനി നമ്മൾ അതിൻ്റെ കൂടെ വാല്യൂ ഓഫ് ഫർണിച്ചറും കൂടി ആഡ് ചെയ്യണം. വാല്യൂ ഓഫ് ഫർണിച്ചർ ഇവിടെ 2 കേസ് പറഞ്ഞിട്ടുണ്ട്. വാല്യൂ ഓഫ് ഫർണിച്ചറിൽ ഹയർഡ് ബൈ എംപ്ലോയർ ഉണ്ട്, ഓൺഡ് ബൈ ദി എംപ്ലോയർ ഉണ്ട് അല്ലേ.
അപ്പോൾ അവിടെ ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ ഒറിജിനൽ കോസ്റ്റ് അതിൻ്റെ 10%. അപ്പോൾ ഇവിടെ കുറച്ച് ഫർണിച്ചർ ഉണ്ട്, അതിൻ്റെ സ്വന്തമായിട്ട് അത് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% കഴിഞ്ഞാൽ 10,000 പ്ലസ് 5,000 പ്ലസ് 20,000 അതൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 35,000ൻ്റെ 10% കഴിഞ്ഞാൽ 3,500. അപ്പോൾ ഓൺഡ് ബൈ ദി എംപ്ലോയർ, അപ്പോൾ ഫർണിച്ചർ ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ 10%. ഇനി ഹയർഡ് ബൈ ദി എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, എത്രയാണോ എംപ്ലോയർ പേ ചെയ്യുന്ന റെൻറ്റ് അത് അല്ലേ. എംപ്ലോയർ എത്രയാണ് ഇവിടെ ഒരു വർഷം 2,000 പേ ചെയ്യുന്നു, ഇവിടെ ഒരു വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 1,000 പെർ മന്ത് ആണെങ്കിൽ ഒരു വർഷത്തേക്ക് 12,000, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 14,000 അതിന് ഹയർ ആയിട്ട് റെൻറ്റ് ചാർജ് കൊടുക്കുന്നു ആ ഫർണിച്ചറിന്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 14,000 പ്ലസ് 3,500 14,000 പ്ലസ് 3,500 കൂട്ടിക്കഴിഞ്ഞാൽ 17,500. ഓക്കെ, പ്ലസ് വാല്യൂ ഓഫ് ഫർണിച്ചർ കൂടി ആഡ് ചെയ്യും 17,500. അപ്പോൾ കിട്ടും, രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 56,860 കിട്ടും. അപ്പോൾ ഇവിടെ റെൻറ്റ് ഫ്രീ ഫർണിഷ്ഡ് അക്കോമഡേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്താ ചെയ്തത്, ആദ്യം വാല്യൂ ഓഫ് അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ കൂടെ ഫർണിച്ചർ ഉണ്ടോ എന്ന് നോക്കി, ഫർണിച്ചറിൻ്റെ കോസ്റ്റും കൂടിയും വാല്യൂ ഫർണിച്ചറും കൂടിയും ആഡ് ചെയ്തു. അപ്പോൾ വാല്യൂ ഫർണിച്ചർ കൂടെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഓൺഡ് ബൈ ദി എംപ്ലോയറും നോട്ട് ഓൺഡ് ബൈ ദി എംപ്ലോയറും ഉണ്ട്, അതിൻ്റെ ആ രീതിയിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി വാല്യൂ ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ആയിട്ട് കൺസെഷണൽ റെൻറ്റ്. കൺസെഷണൽ റെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എംപ്ലോയർ ഒരു വീട് താമസിക്കാൻ കൊടുക്കുന്നു, കുറച്ച് എമൗണ്ട് എംപ്ലോയറിൽ നിന്നും എംപ്ലോയർ ഒരു വീട് എംപ്ലോയിക്ക് താമസിക്കാൻ കൊടുക്കുന്നു. അങ്ങനെ താമസിക്കാൻ താമസിക്കുന്നതിന് എംപ്ലോയർ കുറച്ച് എമൗണ്ട് എംപ്ലോയിൽ നിന്നും ഈടാക്കുന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് എമൗണ്ട് എംപ്ലോയി കൊടുക്കുന്നത് അല്ലെങ്കിൽ എംപ്ലോയിൽ നിന്ന് ഈടാക്കുന്ന എമൗണ്ട് എത്രയാണ് അത് ഡിഡക്റ്റ് ചെയ്യാം, അത് ലെസ് ചെയ്യാം. ഓക്കെ, വാല്യൂഷൻ വിൽ ബി മെയ്ഡ് ഇഫ് ദ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ആൻഡ് ദി എമൗണ്ട് സോ കമ്പ്യൂട്ടഡ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ ദി റെൻറ്റ് പേയബിൾ ബൈ ദി എംപ്ലോയി. എന്തെങ്കിലും എംപ്ലോയി കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷന് ആ അക്കോമഡേഷൻ തന്നതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയി കൊടുക്കുന്നെങ്കിൽ ആ എമൗണ്ട് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനിൽ നിന്ന് എത്രയാണോ കൊടുക്കുന്നത് ആ എമൗണ്ട് കുറക്കാം, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, ആസ് യൂഷ്വൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് എംപ്ലോയി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ റെൻറ്റ് പേയബിൾ ബൈ എംപ്ലോയി ടു എംപ്ലോയർ ഫോർ ദി അബോവ് ഫെസിലിറ്റി, ആ ഫെസിലിറ്റിക്ക് എന്തെങ്കിലും റെൻറ്റ് എംപ്ലോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കുറക്കുക, ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആകും. അതായിരിക്കും വാല്യൂ ഓഫ് പെർക്വസിറ്റ്സ് വരിക. ഇനി അക്കോമഡേഷനിൽ ലാസ്റ്റ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ എ ഹോട്ടലിലാണ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇൻ ദിസ് കേസ് വാല്യൂ ഓഫ് പെർക്വസിറ്റ് ഷാൾ ബി മിനിമം ഓഫ് ദി ഫോളോയിങ്. ഏതാണ്? ഒന്ന് 24% ഓഫ് സാലറി ഫോർ ദി സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ്. ഇപ്പോൾ 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ചാർജ് പെയ്ഡ് ഓർ പേയബിൾ ടു സച്ച് ഹോട്ടൽ. ഓക്കെ, ഇതിൽ ഏതാണോ ലീസ്റ്റ് അത് ആണ് അതിൻ്റെ വാല്യൂ ഓഫ് പെർക്വസിറ്റ്സ് വരിക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞെന്താണ് 24% ഓഫ് സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനൊക്കെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതേ സാലറി തന്നെയാണ് അവിടെയും സാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ ആക്ച്വൽ റെൻറ്റ് പെയ്ഡ്, എത്രയാണോ ആക്ച്വൽ റെൻറ്റ് പേ ചെയ്തിട്ടുള്ളത്, എംപ്ലോയർ എത്രയാണോ ആക്ച്വൽ റെൻറ്റ് പേ ചെയ്തിട്ടുള്ളത് അത്, ഇതിൽ ഏതാണോ കുറവ് അതാകും ടാക്സബിൾ വാല്യൂ ഓഫ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. ഓക്കെ, ഇനി ഇങ്ങനെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെ ഈ ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ടാക്സബിൾ പോർഷൻ ഒന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ അവർക്ക് അതിന് ആ അക്കോമഡേഷൻ എന്ത് കൊടുക്കേണ്ട, ടാക്സ് കൊടുക്കേണ്ട, അതിൻ്റെ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ആർ സാറ്റിസ്ഫൈഡ് ദെൻ നത്തിങ് ഈസ് ടാക്സബിൾ. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഫസ്റ്റ്, സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ എ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് ഇൻ ദി അഗ്രിഗേറ്റ് ഓഫ് 15 days. ഇപ്പോൾ ഹോട്ടലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡേയ്സ് ഹോട്ടലിൽ 15 ദിവസത്തേക്കാൾ കുറവാണ് ഹോട്ടലിൽ താമസിക്കുന്നതെങ്കിൽ അതിന് ടാക്സബിൾ ഇല്ല.
ഓക്കെ, ആ അക്കോമഡേഷൻ ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് കൂടാതെ ഏത് കണ്ടീഷനും കൂടിയും സച്ച് അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ട്രാൻസ്ഫർ ഓഫ് എംപ്ലോയി ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അപ്പോൾ ഒരു എംപ്ലോയിനെ ട്രാൻസ്ഫർ പ്രകാരം ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ ഫസ്റ്റ് ആ ഹൗസൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ അക്കോമഡേഷനൊക്കെ ശരിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം ഹോട്ടലിൽ താമസിപ്പിച്ചു. ഹോട്ടലിൽ 15 ദിവസം വരെ ഹോട്ടലിൽ താമസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യില്ല, ടാക്സബിൾ അല്ല. 15 ദിവസത്തേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ടാക്സബിൾ പെർക്വിസിറ്റ്സ് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. എത്രയാണോ കൂടുതലുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 30 ദിവസം ഹോട്ടലിൽ താമസിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15 ദിവസത്തെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല, ടാക്സബിൾ അല്ല. ബാക്കിയുള്ള 15 ദിവസത്തെ എമൗണ്ട് ആകും എന്തുണ്ടാവുക, ടാക്സബിൾ ആകുന്നത്. ഓക്കെ, അപ്പോൾ അക്കോമഡേഷന് ഹോട്ടലാണെന്നുണ്ടെങ്കിൽ ഇത് ടാക്സബിൾ ആണ്. എത്രയാണ് ടാക്സബിൾ ആകുക? 24% ഓഫ് സാലറി ഓർ ആക്ച്വൽ ചാർജ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. ഇനി അത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തില്ല, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന്, ഹോട്ടൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതൊക്കെ 2 കണ്ടീഷന്? ഒന്ന്, ട്രാൻസ്ഫർ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം. ആ ട്രാൻസ്ഫർ പർപ്പസിന് ചെയ്തത് തന്നെ 15 ദിവസത്തേക്കാൾ കൂടുതലാവാനും പാടില്ല. 15 ദിവസത്തേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ് ടാക്സബിൾ ആകില്ല. ഓക്കെ, അപ്പം ഇതാണ് ഈ അക്കോമഡേഷൻ്റെ കേസസിൽ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് റെൻറ്റ് ഫ്രീ അക്കോമഡേഷന്, റെൻറ്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷനും ഫർണിഷ്ഡ് അക്കോമഡേഷനും പറഞ്ഞു. അതേപോലെ കൺസെഷൻ റേറ്റും അക്കോമഡേഷൻ പ്രൊവൈഡഡ് ഇൻ ഹോട്ടൽ. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ ഒന്നിൻ്റെ കൂടെ ഒന്നിങ്ങനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് നോക്കുക, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പോപ്പുലേഷൻ നോക്കുക, സിറ്റി നോക്കുക, പോപ്പുലേഷൻ നോക്കുക, പ്ലേസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണോ നോട്ട് ഓൺഡ് ബൈ ദി എംപ്ലോയർ ആണോ എന്ന് നോക്കുക. അതുപോലെ വേറൊരു കാര്യം നോക്കേണ്ടത് ഏത് ടൈപ്പ് എംപ്ലോയി ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് പെർക്വിസിറ്റ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.